ഒരമ്മ പെറ്റ മക്കൾ, ഒരാൾ ബ്രാഹ്മണൻ, മറ്റൊരാൾ പറയൻ. പാക്കനാരുടെ ജനനം നോക്കിയാലോ. കഴിഞ്ഞ ഭാഗത്തിൽ മേഴത്തോൾ അഗ്നിഹോത്രി വളർന്ന് കുറുമ്പനാവുന്നത് നമ്മൾ കണ്ടൂലേ. പക്ഷേ പഞ്ചമിയുടെ ദുഃഖം അവിടെ തീർന്നില്ല. ഗർഭിണിയായ പഞ്ചമിയും വരരുചിയും നടന്ന് നടന്ന് പാലക്കാട് ജില്ലയിലെ ഇന്നത്തെ തൃത്താല എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം അവർ നടന്ന് നടന്ന് കാട്ടിലെത്തിയപ്പോൾ പഞ്ചമിക്ക് വീണ്ടും പ്രസവവേദന തുടങ്ങി. പതിവ് പോലെ വരരുചി പറഞ്ഞു, പോയി പ്രസവിച്ചോളൂ. അങ്ങനെ പഞ്ചമി ഒരു നല്ല ആൺകുഞ്ഞിനെ പ്രസവിച്ചു കേട്ടോ. പക്ഷേ പഞ്ചമിയുടെ ഉള്ളിൽ പേടിയാണ്. പഞ്ചമിക്ക് അറിയാം എന്താണ് വരാൻ പോകുന്നത് എന്ന് അല്ലേ. വരരുചി ചോദിച്ചു, കുഞ്ഞിന് വായ കീറിയിട്ടുണ്ടോ? പഞ്ചമി പറഞ്ഞു, ഉണ്ട്, കുഞ്ഞ് കരയുന്നുണ്ട്. എങ്കിൽ കുഞ്ഞിനെ അവിടെ കിടത്തി പോന്നോളൂ. പഞ്ചമി ആകെ ധർമ്മസങ്കടത്തിലായി. ഭർത്താവ് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. മനസ്സ് കല്ലാക്കി പഞ്ചമി കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് വരരുചിയുടെ കൂടെ കരഞ്ഞു നടന്നു. അക്കനാരും ഭാര്യയും അതിലൂടെ നടന്നു വരുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. അവർ ആ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു. വായി കീറിയ കുഞ്ഞിനെ ദൈവം പോറ്റിയല്ലേ. പക്കനാരുടെ വീട്ടിൽ അവൻ സന്തോഷവാനായി വളർന്നു. അഗ്നിഹോത്രിയും പാക്കനാരും മാത്രമല്ല, ഈ വിധിനിയോഗത്തിൽ പിറന്നത് 12 രത്നങ്ങളാണ്. ഒന്നാമത്തെ കുഞ്ഞിനെ ലഭിച്ചത് ഒരു ആശേരിക്കായിരുന്നു. അവനാണ് പിന്നെ തച്ചുശാസ്ത്രവിദ്യയിൽ പ്രഗത്ഭനായ പെരുന്തച്ചൻ. അദ്ദേഹം കല്ലിലും മരത്തിലും തീർത്ത ശില്പങ്ങൾ ഇപ്പോഴും നമ്മളുടെ അമ്പലങ്ങളിൽ കാണാട്ടോ. നാലാമനാണ് ഏറ്റവും വിചിത്രൻ. വളർത്തിയത് ആമയൂർ മനത്തിലെ നമ്പൂതിരിയാണ്. വേദങ്ങളെല്ലാം പഠിച്ചെങ്കിലും ലോകം അവനെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അതെ, നാറാണത്തു ഭ്രാന്തൻ. വലിയ പാറക്കല്ല് മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റി അത് താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടി രസിക്കുന്ന ഒരു തത്വചിന്തകനായിരുന്നു നാറാണത്ത് ഭ്രാന്തൻ. അങ്ങോട്ട് ഓരോരുത്തരായി പിറന്നു. ജാതിയും മതവും നോക്കാതെ പല പല കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. 5ാമത്തെ കുഞ്ഞിനെ ഒരു അലക്കുകാരൻ എടുത്തു വളർത്തി. അവൻ രചകനായി അറിയപ്പെട്ടു. കൂട്ടത്തിലെ ഏക പെൺതരി. അവളെ എടുത്തു വളർത്തിയത് ഒരു ഉന്നത നായർ കുടുംബമാണ്. അവളാണ് കാരയ്ക്കലമ്മ. മറ്റൊരു മകൻ ആയുധവിധിയിലെ തമ്പുരാനായി മാറി. അവനാണ് വടുതല നായർ. കൃഷിയും മണ്ണിൻ്റെ കൂട്ടുകാരനുമായ കർഷകനായി വള്ളോൻ വളർന്നു. ഉപ്പും പരുത്തിയും വിൽക്കുന്ന ഒരു കച്ചവടക്കാരനായി മറ്റൊരു മകൻ മാറി. ഉപ്പുകുറ്റൻ എന്നാണ് അവൻ അറിയപ്പെട്ടത്. പാട്ടുപാടി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പാണനായി പാണനാരും വളർന്നു. നോക്കൂ, ഒരേ അമ്മയുടെ മക്കൾ കൊട്ടാരത്തിലും കുടിലിലും അമ്പലത്തിലും പള്ളിയിലുമായി വളർന്നു. ഇവരിൽ ഒരാൾ കൂടിയുണ്ടായിരുന്നു, അകവൂർ ചാത്തൻ. അകവൂർ മനയിലെ കാര്യസ്ഥനാണെങ്കിലും ഭക്തി കൊണ്ട് പരബ്രഹ്മത്തെ വരെ നേരിൽ കണ്ട മഹാജ്ഞാനിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ 11 മക്കൾ. 11 തവണയും പഞ്ചമി കരഞ്ഞുകൊണ്ട് വരരുചിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകി. ഇപ്രാവശ്യം പഞ്ചമി വിചാരിച്ചു, ഞാൻ ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കില്ല. അങ്ങനെ 12ാമത്തെ കുഞ്ഞു ജനിച്ചു. ഈ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ പഞ്ചമിക്ക് വയ്യായിരുന്നു. വരരുചി പതിവ് പോലെ വിളിച്ചു ചോദിച്ചു, പഞ്ചമി, കുഞ്ഞിന് വായുണ്ടോ? ഒരു കള്ളം. പഞ്ചമി അത് പറഞ്ഞു, ഇല്ല, കുഞ്ഞിന് വായില്ല. അത് കേട്ട വരരുചി ഒന്ന് ഞെട്ടി. അല്പം ചിന്തിച്ചിട്ട് പറഞ്ഞു, എങ്കിൽ കുഞ്ഞിനെ എടുത്തോളൂ, നമ്മൾക്ക് കൊണ്ടുപോകാം. ഇത് കേട്ട പഞ്ചമി സന്തോഷത്തോടെ കുഞ്ഞിന് പാല് കൊടുക്കാനൊരുങ്ങി. പക്ഷേ വിധിയെ തടുക്കാനാകുമോ? ആ കുഞ്ഞിന് ശരിക്കും വായുണ്ടായിരുന്നില്ല. പഞ്ചമിക്ക് സങ്കടം സഹിക്കാനായില്ല. താനൊരു കള്ളം പറഞ്ഞത് ഇങ്ങനെയായല്ലോ ദൈവമേ. വരരുചി ആ കുഞ്ഞിനെ അവിടെ പ്രതിഷ്ഠിച്ചു. വായില്ല കുന്നിലെ അപ്പനായി എല്ലാവരും അവനെ ആരാധിച്ചു പോന്നു.